ടു മൈ ചാനൽ. ഇന്നലെ നടത്തിയ കറണ്ട് അഫയേഴ്സ് പരീക്ഷയുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ അവസാനം വരെ കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ പോയി ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ പരീക്ഷ എഴുതുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഇനി അടുത്ത പരീക്ഷ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി തന്നെ പഠിച്ച് പരീക്ഷ എഴുതുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പരീക്ഷയുടെ ലിങ്കും ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യം 6 മണിക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ്. ഇന്നലെ നടന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരുടെ പേരുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. പുതുച്ചേരി എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഇനി സംസ്ഥാനം നിയമസഭയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ്. ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം അത് ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം അത് ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനമായ ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി 24. ഈ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വിമൻ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ. ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വിമൻ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് സംശയമില്ല, ഒന്ന് തമിഴ്നാട്, രണ്ടാമത്തെ സംസ്ഥാനം കർണാടക, അപ്പോൾ ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി 24, അത് സ്റ്റേറ്റ് വിമൻ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി KK ശൈലജ. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്കാണ് ഏത് അവാർഡ് ലഭിച്ചത്? ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, 2020 വനിതാ 2020 വേൾഡ് കപ്പ് കിരീടം നേടിയതായി. 2020 ICC വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയ. 2020 ICC വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ ടീം അത് ഓസ്ട്രേലിയയാണ്. ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യൻ വനിതാ ടീമിനെ പരാജയപ്പെടുത്തി. എത്ര റൺസിനെ പരാജയപ്പെടുത്തി? 85 റൺസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ICC വനിതാ 2020 2020 ലോകകപ്പ് വിജയ് ചാമ്പ്യന്മാർ അത് ഓസ്ട്രേലിയ. ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യയെ 85 റൺസിന് പരാജയപ്പെടുത്തി. ഇനി വേദി 2020 ഈ വനിതാ 2020 വേൾഡ് കപ്പ് എവിടെ വെച്ചാണ് നടന്നത്? അതും ഓസ്ട്രേലിയ വെച്ചാണ് നടന്നത്. അപ്പോൾ വിജയിച്ചത് ഓസ്ട്രേലിയയാണ്, പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ 85 റൺസിന് പരാജയപ്പെടുത്തി. വേദി ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശ്യാമമാധവം ആരുടെ കൃതിയാണ്? ശ്യാമമാധവം പ്രഭാവർമ്മ. ശ്യാമമാധവം ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മയുടെ കൃതിയാണ്. ഓക്കെ. ഇനി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്?
പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കൃതിക്കാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ കൃതിക്ക്, ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അക്കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ശ്യാമമാധവം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? പ്രഭാവർമ്മയുടെ കൃതിയാണ് ശ്യാമമാധവം. ഇനി ശ്യാമമാധവത്തിന് എന്താണ് പുരസ്കാരം ലഭിച്ചത്? സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി ഏത് പുരസ്കാരം നൽകുന്നതിനാണ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തത്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നതിന് ശ്യാമമാധവം ഈ കൃതിക്ക് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇനി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ്. ഇനി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. ഇനി ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വിമൻ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചത് ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കാണ്. ഇനി 2020 ICC വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യയെ 85 റൺസിന് പരാജയപ്പെടുത്തി വേദി ഓസ്ട്രേലിയ. ഇനി ശ്യാമമാധവം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? പ്രഭാവർമ്മയുടെയാണ്. പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിക്കാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ഈ വർഷം ലഭിച്ചത്. ഇനി ജ്ഞാനപ്പാന അവാർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് ശ്യാമമാധവ് എന്ന് പറയുന്ന കൃതിക്ക് ലഭിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയതാര്? 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്, പുരുഷന്മാരുടെയും വനിതകളുടെ ഒക്കെ. 2020 അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് അമേരിക്കയുടെ സോഫിയ കെനിൻ. രാജ്യങ്ങളൂടെ പഠിച്ചിരിക്കണം അവരുടെ രാജ്യം. ഇപ്പൊ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് അമേരിക്കയുടെ സോഫിയ കെനിൻ. ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഗാർബിൻ മുഗുരസ. ആരെ പരാജയപ്പെടുത്തി? ഗാർബിൻ മുഗുരസയെ പരാജയപ്പെടുത്തി. ഗാർബിൻ മുഗുരുസ. ഏതാണ് രാജ്യം? സ്പെയിനിലെ താരമാണ് ഗാർബിൻ മുഗുരസയാണ് ആര് പരാജയപ്പെടുത്തിയത്? സോഫിയ കെനിൻ. അമേരിക്കയുടെ സോഫിയ കെനിൻ ഗാർബിൻ മുഗുരസയെ പരാജയപ്പെടുത്തി 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടി. ഇനി ഒരു വർഷത്തെ പോരാട്ടത്തെ കൂടെ നോക്കാം. 2019 വിജയിച്ച ആരാണ്? ജപ്പാന്റെ നവോമി ഒസാക്കയാണ് 2019 വിജയിച്ചത്. അപ്പൊ 2019 നവോമി ഒസാക്ക, 2020 സോഫിയ കെനിൻ. ഇത് 2019 പരാജയപ്പെടുത്തിയത് പെട്രോ കിറ്റോവ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പെട്രോ കിറ്റോവയാണ് നവോമി ഒസാക്ക 2019 പരാജയപ്പെടുത്തിയത്. അപ്പോൾ പരാജയപ്പെടുത്തിയത് 2019 പഠിച്ചില്ലെങ്കിലും 2019 വിജയ് അതൊന്ന് ഓർത്തിരിക്കുക. നവോമി ഒസാക്ക. ഇനി 2020 വിജയിച്ചതും പരാജയപ്പെടുത്തിയതും അത് ഓർത്തിരിക്കണം. 2020 സോഫിയ കെനിൻ പരാജയപ്പെടുത്തിയത് സ്പാനിഷ് താരം ഗാർബിൻ മുഗുരസയാണ് പരാജയപ്പെടുത്തിയത്. ഇനി പുരുഷന്മാരുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പുരുഷന്മാരുടെ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ താരമായ നോവാക് ജോക്കോവിച്ച്. ഇനി പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഓസ്ട്രിയയുടെ ഡൊമിനിക് തീം. ഓസ്ട്രിയൻ താരമായ ഡൊമിനിക് തീമിനെയാണ് നോവാക് ജോക്കോവിച്ച് 2020 പരാജയപ്പെടുത്തിയത്. ഓക്കെ, അടുത്തത് ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ ആരാണ്? യൂജിൻ മെറിൽ ഡീച്ച്. ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനും അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാര ജേതാവുമായ യൂജിൻ മെറിൽ ഡീച്ച് കഴിഞ്ഞ ഏപ്രിലിൽ അന്തരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനാണ്, അതോടൊപ്പം തന്നെ ഓസ്കാർ പുരസ്കാര ജേതാവുമാണ് ആര്? യൂജിൻ മെറിൽ ഡീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കോവിഡ് മുക്ത സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ കോവിഡ് മുക്ത സംസ്ഥാനം ഗോവ. അപ്പൊ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ ഗോവയെ പറ്റി വേറൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. എന്താണ്? പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനം ഗോവ. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ ചികിത്സ ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഇത് തന്നെയാണ്, ഗോവ. അപ്പൊ 2 പോയിന്റ്
ഇന്ത്യയിലെ ആദ്യ കോവിഡ് മുക്ത സംസ്ഥാനം ഗോവയാണ്. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. ഇതാണ് സഹിതം. എന്താണ്? വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. ഇനി ഓപ്ഷനിലെ കവചം ഉണ്ട്. അതെന്താണ് കവചം? അതും ഒരു പദ്ധതിയാണ്. എന്താണ്? കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. എന്താണ്? കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. അപ്പൊ സഹിതം വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. ഇനി കേരള പോലീസിന്റെ പദ്ധതി, സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണത് കവചം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് സോഫിയ കെനിൻ. സോഫിയ കെനിന്റെ രാജ്യം അമേരിക്ക ആരെ പരാജയപ്പെടുത്തി? സ്പാനിഷ് താരമായ ഗാർബിൻ മുഗുരസിയെ പരാജയപ്പെടുത്തി. 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയ്, അത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയ്, അത് നവോമി ഒസാക്ക. ഇനി യൂജിൻ മെറിൽ ഡീച്ച് എന്തിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞു? ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനും ഓസ്കാർ ജേതാവുമാണ് യൂജിൻ മെറിൽ ഡീച്ച്. അത് അദ്ദേഹം ഏപ്രിൽ അന്തരിച്ചു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനം. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനായി ആയുർവേദ ചികിത്സ ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? ഗോവയാണ്. ഇനി വിദ്യാർത്ഥികളിൽ സാമൂഹ്യ ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. ഇനി കവചം, കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് അത് കവചം. അടുത്ത ചോദ്യം, 55ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 55ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 55ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് 2019 പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആർക്കാണ് ലഭിച്ചത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 55ാമത്തെ വിജയ് 2019 വിജയം പ്രഖ്യാപിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി PSC ഒരു വർഷം പുറകോട്ടത്തേക്ക് ചോദിക്കാറുള്ളതാണ്. 54ാമത്തത് അല്ലെങ്കിൽ 2019, 2018 എന്നൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ 54ാമത്തെ അല്ലെങ്കിൽ 2019 വിജയ് ആരാണ്? ജേതാവ് അമിതാഭ് ഘോഷ്. അമിതാഭ് ഘോഷ് 2018 അല്ലെങ്കിൽ 54ാമത്തെ വിജയ്, 54ാമത്തെ പുരസ്കാര ജേതാവ് അമിതാഭ് ഘോഷ്. 55ാമത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി അമിതാഭ് ഘോഷ് ഏത് ഭാഷയിലെ റൈറ്റിംഗിനാണ് പുരസ്കാരം ലഭിച്ചത്? ഇംഗ്ലീഷ് ഭാഷയിലെ റൈറ്റിംഗിനാണ് അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠ പുരസ്കാരം 2018 ലഭിച്ചത്. അപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് മലയാള ഭാഷയിലെ എഴുത്തിനാണ് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം മലയാളിയാണ്. ഇനി ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ഇത്. ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇതിന്റെ സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം. എത്രയാണ്? ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. ഇനി നമ്മൾ പറഞ്ഞു അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതുവരെ എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? 6 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉൾപ്പെടെ 6 മലയാളികൾക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുവരെ 6 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരുടെയും ഏത് വർഷം എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 6 മലയാളികൾക്ക് കിട്ടി. ആദ്യമായി ഏർപ്പെടുത്തി 1961. അപ്പോൾ ഈ 6 മലയാളികളുടെ പേരുകൾ പഠിക്കാൻ, ആ വർഷം പഠിക്കാൻ ഒരു കോഡിലൂടെ നമുക്ക് ഓർത്ത് വെക്കാം. ശങ്കരൻ പെറ്റ പിള്ള വാസുക്കുറുപ്പ്. ശങ്കരൻ പെറ്റപിള്ള വാസുക്കുറുപ്പ്. അപ്പൊ അങ്ങനെയൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ മലയാളികൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളാണ് ശങ്കരൻ പെറ്റപിള്ള വാസുക്കുറുപ്പ്. അപ്പോൾ ശങ്കരൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961. എന്നാൽ ഇത് നൽകി തുടങ്ങിയത്, ആദ്യമായിട്ട് നൽകിയത് എന്നാണ് 1965 ആദ്യമായിട്ട്
നൽകിയത്. അപ്പൊ ആദ്യം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ അവാർഡും ആദ്യമായിട്ട് ലഭിച്ച മലയാളിയും അതുപോലെ തന്നെ ആദ്യം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ലഭിച്ചത്. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ ആ ഒരു കൃതിക്കാണ് 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇനി അത് നമ്മൾ പറഞ്ഞു ശങ്കരൻ പെറ്റ ആരാണ്? എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാട് ഏത് വർഷം? 1980. 1980 എസ് കെ പൊറ്റക്കാടിന് ഏതാണ് കൃതി? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. ഈ കൃതിക്കാണ് 1980 എസ് കെ പൊറ്റക്കാടിന് കിട്ടിയത്. അപ്പൊ 1965 ആദ്യത്തെ ജേതാവ്, ആദ്യത്തെ മലയാളി ജേതാവ്, ആദ്യത്തെ ജേതാവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. കൃതി ഏതാണ്? ഓടക്കുഴൽ. ഇനി 1980 എസ് കെ പൊറ്റക്കാട് കൃതി ഒരു ദേശത്തിന്റെ കഥ. ഇനി അത് പറഞ്ഞു ശങ്കരൻ പെറ്റ പിള്ള വാസുക്കുറുപ്പ്. അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള ഏത് വർഷം? 1984. തകഴി ശിവശങ്കരപ്പിള്ള 1984. ഇനി നമ്മൾ പറഞ്ഞു ഇവരുടെ കൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ ഇനി പറയുന്നവരുടെ ഈ മലയാളികളുടെ എല്ലാം സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇന്ന കൃതി എന്നൊന്നുമില്ല, സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. അപ്പൊ 1984 തകഴി ശിവശങ്കര പിള്ള. അടുത്ത ഏതാണ്? ശങ്കരൻ പെറ്റ പിള്ള വാസുക്കുറുപ്പ്. അപ്പോൾ വാസു 1995 ഏതാണ്? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർക്കാണ് 1995 ലഭിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തകഴി ശിവശങ്കരയ്ക്ക്. അപ്പൊ ഇനി വരുന്നവർക്കെല്ലാം സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. ഇനി ശങ്കരൻ പെറ്റപിള്ള വാസുക്കുറുപ്പ്. കുറുപ്പ് ONV കുറുപ്പ്. ONV കുറുപ്പ് ഏത് വർഷം? 2007. അതും സമഗ്ര സംഭാവന പരിഗണിച്ചാണ്, സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഇവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം 6 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ശങ്കരൻ പെറ്റപിള്ള, വാസുക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, ഇനി തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, പിന്നെ അവസാനം കഴിഞ്ഞ വർഷം ലഭിച്ചതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പൊ ഇവരുടെ വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം. 1965, 1980, 1984, 1995, 2007. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961. എന്നാൽ ആദ്യം നൽകി തുടങ്ങിയ വർഷം 1965 അത് ആദ്യം നൽകിയത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. 55ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി 54ാമത്തെ ജേതാവ് 2018 അമിതാഭ് ഘോഷ്. ഏത് ഭാഷയിലെ റൈറ്റിംഗിനാണ് കിട്ടിയത്? ഇംഗ്ലീഷ് ഭാഷയിലെ റൈറ്റിംഗിനാണ് കിട്ടിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇനി എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? 6 മലയാളികൾ. ഏറ്റവും അവസാനമായി ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. ഇത് നൽകി തുടങ്ങിയ വർഷം 1965. ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ഏതാണ് കൃതി? ഓടക്കുഴൽ. ഇനി 1980 കിട്ടിയ രണ്ടാമത്തെ മലയാളിയാണ് എസ് കെ പൊറ്റക്കാട്. കൃതി ഒരു ദേശത്തിന്റെ കഥ. ഇനി ബാക്കി മലയാളികൾ ആരൊക്കെയാണ്? തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇവർക്കെല്ലാം സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇന്നലെ നടന്ന പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പോയി ലിങ്ക് ഓപ്പൺ ചെയ്ത് പരീക്ഷ എഴുതുക. ഇനി അടുത്ത പരീക്ഷ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.